ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അപ്പൊ എന്താണ് ഈ ഓട്ടിസം? ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് അല്ല, പകരം ഇതൊരു രോഗാവസ്ഥയാണ്. ഒരു മഴവില്ലിന്റെ 7 വർണ്ണങ്ങൾ പോലെ ഇതില് ഹൈ ഫങ്ഷനിങ് ഓട്ടിസം, ഓട്ടിസം, സിവിയർ ഓട്ടിസം എന്നിങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, അതായത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന്റെ പ്രിവാലൻസ് എന്ന് പറയുന്നത് മുന്നേയുള്ള വർഷങ്ങളെക്കാളും ഇപ്പം കൂടിക്കൂടി വരികയാണ്. ഇനി ഇതിന്റെ ഇൻസിഡൻസ് എപ്പോഴും ആൺകുട്ടികളിലാണ് കൂടുതൽ ദാൻ കമ്പയർ ടു ഗേൾസ്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറഞ്ഞാൽ ഇഡിയോപ്പതിക് ആണ്. ഇനി അല്ലാതെ ചെറിയൊരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് പ്രീവിയസ് സിബ്ലിങ്സിന് ഓട്ടിസം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സിബ്ലിങ്ങിന് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതന്നെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഹിസ്റ്ററി ഓഫ് ഷിസോഫ്രീനിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് നെക്സ്റ്റ് ബേബീസിന് അത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മെറ്റേണൽ യൂസ് ഓഫ് ആൽക്കഹോൾ, ഇതിന്റെയൊക്കെ എവിഡൻസ് വളരെ മിനിമൽ ആണ്. മോസ്റ്റ് ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഇഡിയോപ്പതിക് ആണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇനി ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈമറി കെയർ ടേക്കർ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ മദർ ആയിരിക്കും. അതല്ല, കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആരും ആവാം, ഗ്രാൻഡ് പാരന്റ്സ് ആവാം, ഫാദർ ആവാം. അവർക്കൊക്കെ എങ്ങനെ ഇതിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നോർമലി ഇത് നമ്മൾ കണ്ടുവരുന്നത് ഒരു 1.5 വയസ്സ് മുതൽ 2 വയസ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഏർലി ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ അവർക്ക് ഈ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 3 കാര്യങ്ങളാണ് നമ്മൾ ഇവർക്ക് ഡയഗ്നോസിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി നോർമൽ ആയിട്ട് ഒരു കുട്ടി സംസാരിക്കുന്ന പോലെ ഈ കുട്ടി സംസാരിക്കില്ല. അതായത് നമ്മൾ ആ കുട്ടിയെ ഇവിടെ എത്ര തന്നെ മിങ്കിൾ ചെയ്താലും തിരിച്ച് ആ കുട്ടി നമ്മുടെ കണ്ണുകളിൽ നോക്കി റെസ്പോണ്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നതിനായിരിക്കണം എന്നില്ല ആ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിനുണ്ട ഒരു സ്പീച്ച് ഡിലേ ഉണ്ടാവും. മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്കൊരു സ്പീച്ച് ഡിലേ കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഉണ്ടാകുന്ന ഇംപെയർഡ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. അതായത് നമ്മുടെ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒരു മടി. എപ്പോഴും ഈ കുഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നുണ്ടാവും. മറ്റു കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് കളിക്കാനോ ടോയ്സ് ഷെയർ ചെയ്യാനോ അവര് വില്ലിങ് ആയിരിക്കില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അവർക്ക് റിതമിക് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ചില ബോഡി മൂവ്മെന്റ്സ് കാണും. ഫ്ലാപ്പിംഗ് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ കൈ ഇങ്ങനെ കളിക്കുന്നത്, ചില കുഞ്ഞുങ്ങൾ അൺനെസസറി ആയിട്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ആ ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉൾപ്പെടുന്നതാണ്. അല്ലാതെ കുറച്ച് സ്പെസിഫിക് ഫീച്ചേഴ്സ് ഈ കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട്. അതായത് ചില സൗണ്ടുകളോട് അവർക്ക് ആ സൗണ്ടിനെ അവർക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കുക്കറിന്റെ സൗണ്ട്, അതുപോലെ തന്നെ ചില വിസ്ലിംഗ് സൗണ്ടുകളൊക്കെ അവർക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ അവരെപ്പോഴും ചില മൂവ്മെന്റ്സ് മാത്രം എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് വീൽ കറങ്ങുന്നത്, ഫാൻ കറങ്ങുന്നത്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കും. വേറെ ഒന്നിലേക്ക് അവരുടെ ശ്രദ്ധ പോവില്ല. വേറൊരു ബിഹേവിയറിലാണ് അവർ ഒരു പ്രത്യേകതരം പാറ്റേണിലുള്ള ബോളുകൾ, മാറ്റുകൾ, അതിൽ മാത്രം അവർക്കൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. മിക്ക പാരന്റ്സും പറഞ്ഞു വരുന്ന ഒരു ഹിസ്റ്ററിയാണ്, കുഞ്ഞ് ഒരു 2 to 4 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടി ഒരിക്കലും അവന്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാറില്ല. അതായത് ഹെയർ കട്ടിങ്ങിന് നമ്മൾ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ആ സൗണ്ട് പോലും കുഞ്ഞിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും ആ കുട്ടി കാണിക്കാം. ഇത് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് ഇതിനെ ബിഹേവിയർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യം, ഇതൊരു കമ്പൈൻഡ് അപ്രോച്ച് ആണ് ആക്ച്വലി. ഇതില് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, പീഡിയാട്രിഷ്യൻ, അങ്ങനെ ഡെവലപ്മെന്റൽ കെയർ എല്ലാം കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയർ ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ പറ്റുക. ഇതിന് ഒരു പ്രത്യേക മെഡിസിൻസ് നൽകാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേക മെഡിസിൻസ് ഒന്നുമില്ല. അസോസിയേറ്റഡ് വല്ല സിൻഡ്രോംസ് അസോസിയേറ്റഡ് ബേബീസ് ആണ്, എക്സാമ്പിൾ ഫ്രജൈൽ എക്സ് സിൻഡ്രോം, അല്ലെങ്കിൽ വല്ല സീഷർ ഉള്ള ബേബീസ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. അല്ലാതെ ഓട്ടിസം എന്നുള്ള കണ്ടീഷന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു മെഡിസിനും അവൈലബിൾ അല്ല. ഇതൊരു കമ്പൈൻഡ് അപ്രോച്ച് ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്ന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.